Good morning, dear children. This is our revision class. First, let us study our fourth chapter, that is multiplication. I think all of you know the multiplication tables up to 10. It's very well. എല്ലാവർക്കും 10 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നന്നായിട്ട് അറിയാമല്ലോ അല്ലേ? ആർക്കെങ്കിലും അറിയാൻ വയ്യെങ്കിൽ ഈ ക്ലാസ് കൂടുന്നതിന് മുൻപ് ആദ്യം തന്നെ നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒന്നുകൂടെ പഠിക്കുക, അതിനുശേഷം ക്ലാസ് കൂടുക. അല്ലാതെ ടേബിൾ അറിയാൻ വയ്യാതെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ സാധിക്കില്ല, അത് കാരണമാണ്. ദെൻ പേജ് 127, that is refresh and recall section. Look here. എല്ലാ സെക്ഷനിൽ നിന്നും 1-2 കണക്കുകൾ വീതം ചെയ്ത് കാണിക്കും. അതുമാത്രം എക്സാമിന് വരും എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. നിങ്ങൾക്കതൊന്ന് ചെയ്യുന്ന വിധം അല്ലെങ്കിൽ ആ കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ്. ടീച്ചർ ക്ലാസ്സിൽ ഇതിന് മുൻപ് ഇട്ടിരുന്ന വീഡിയോ ക്ലാസ്സുകളെല്ലാം നന്നായിട്ട് കാണണം, റിവിഷൻ ക്ലാസ്സും കാണണം. നന്നായിട്ട് നിങ്ങളത് എല്ലാം ചെയ്ത് പഠിക്കുക. ഓക്കെ. 5 + 5 + 5 എന്ന് പറഞ്ഞാൽ എന്താണ്? 5നെ 3 ടൈംസ് ആഡ് ചെയ്തു. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് അഡീഷനാണ്. അപ്പോൾ വീണ്ടും വീണ്ടും ആഡ് ചെയ്യുന്നതിനാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 5 + 5 + 5, 5നെ എത്ര പ്രാവശ്യം നമ്മൾ ആഡ് ചെയ്തു? 3 ടൈംസ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? 5നെ 3 ടൈംസ് ആഡ് ചെയ്തു, അതായത് 5നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എത്ര പ്രാവശ്യം നമ്മൾ ആഡ് ചെയ്തു എന്നുള്ളത് ആ എണ്ണമാണ് ഇവിടെ എഴുതേണ്ടത്. ഏത് നമ്പറിനെയാണ് ആഡ് ചെയ്തതെന്നുള്ളതാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ 3 × 5 എത്രയാണ്? 15. അപ്പോൾ നമ്മൾ ഈ 5നെ 3 ടൈംസ് ആഡ് ചെയ്താലും 3 × 5 മൾട്ടിപ്ലിക്കേഷൻ ചെയ്താലും നമുക്ക് ആൻസർ 15 കിട്ടും. ഇനി 6 + 6 + 6 + 6 എത്ര ടൈംസ് ഉണ്ട്? 1 2 3 4. 4 × 6 എത്രയാണ്? 24. അപ്പോൾ നമുക്കിങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ എണ്ണം എത്ര പ്രാവശ്യം ആഡ് ചെയ്തു എന്നുള്ള എണ്ണമാണ് ഇവിടെ എഴുതേണ്ടത്. ഏത് നമ്പറിനെയാണ് ആഡ് ചെയ്തെന്നുള്ളത് ഇവിടെ എഴുതുക. നെക്സ്റ്റ് 4 × 100. 10, 100, 1000 ഇതുപോലെ 0 വരുന്ന നമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? ഈ 0 ഒഴിവാക്കി ബാക്കിയുള്ള നമ്പറുമായിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അതിനുശേഷം 0 ഇട്ട് കൊടുക്കാം. 4 × 100. 4 × 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4. ആ 4ൻ്റെ കൂടെ ഈ 2 0യുടെ നമ്മൾ ചേർത്തു. അപ്പോൾ 4 × 100 എന്ന് പറഞ്ഞാൽ 400. 5 × 300 അപ്പോൾ എത്രയാണ്? 5 × 3 5 × 3 15. അതിനുശേഷം ഈ 300ൻ്റെ 2 0യെ നമ്മൾ റൈറ്റ് സൈഡിൽ ഇട്ട് കൊടുത്തു അല്ലേ? നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്, ഏത് നമ്പറിനെ, ചെറിയ നമ്പറോ ആയിക്കോട്ടെ വലിയ നമ്പർ ആയിക്കോട്ടെ, ഏത് നമ്പറിനെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ആൻസർ 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 9 × 0 എത്രയാണ്? 0. 35 × 0 എത്രയാണ്? 0. ഏത് നമ്പറിനെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ആൻസർ 0 ആയിരിക്കും. ഇനി അടുത്ത പ്രോപ്പർട്ടിയാണ്, ഏത് നമ്പറിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ആൻസർ ആ നമ്പർ തന്നെ ആയിരിക്കും. ഏത് നമ്പറിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ആൻസർ 1 തന്നെ ആയിരിക്കും. 281 × 1 എത്രയായിരിക്കും? 289. 289 × 1 എന്ന് പറഞ്ഞാൽ 289 തന്നെ ആയിരിക്കും. 4274 × 1. ടീച്ചർ വെറുതെ ഒരു നമ്പർ ഇട്ടതാണ്. എത്രയായിരിക്കും? ഏത് നമ്പറിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ആ നമ്പർ തന്നെ 4274 അല്ലേ? 8 × 1 എത്രയാണ്? 8. 100 × 1 എത്രയാണ്? 100. അപ്പോൾ 2 കാര്യങ്ങൾ ഓർക്കുക. ഏത് നമ്പറിനെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ആൻസർ 0 ആയിരിക്കും. ഏത് നമ്പറിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ആൻസർ ആ നമ്പർ തന്നെ ആയിരിക്കും. നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ്റെ അടുത്ത പ്രോപ്പർട്ടി ആയിട്ട് വരുന്നത്, ഒരു നമ്പറിനെ നമ്മൾ, അതായത്
5 into 4. 5 into 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20. ഇനി ഇവിടെ 5ന് നമ്മൾ ആദ്യം എഴുതി, 4നെ രണ്ടാമത് എഴുതി. നോക്കിക്കേ, 4നെ ആദ്യം എഴുതി, 5നെ രണ്ടാമത് എഴുതി. 4 into 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്പറിനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനം മാറ്റിയത് കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ്റെ ആൻസർ വ്യത്യാസമൊന്നും വരുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം 5 into 4 ഈക്വൽ 4 into 5 അല്ലേ? 5 into 4ന് ഈക്വൽ ആണ് 4 into 5. ഇവിടെ 5ന് ആദ്യം എഴുതി, ഇവിടെ 5ന് രണ്ടാമത് എഴുതി. സ്ഥാനം മാറിയതിനാൽ വ്യത്യാസമൊന്നും വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ 427 into 30 ഈക്വൽ dash into 427. Look here, 427 into 30 ഈക്വൽ dash into 427. ഇവിടെ 427 ആദ്യം എഴുതി, ഇവിടെ രണ്ടാമത് എഴുതി. ഇവിടെ രണ്ടാമത് എഴുതിയത് നമ്പർ ഏതാണ്? 30. അതിന് നമ്മൾ ആദ്യം എഴുതി. അപ്പോൾ മനസ്സിലായല്ലോ? If 30 into 2 into 12 ഈക്വൽ 720 ആണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ യൂണിറ്റ് ടെസ്റ്റ് പേപ്പറിനകത്തുള്ള ക്വസ്റ്റ്യൻ ആണ്. 30 into 2 into 12 ഈക്വൽ 720 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 12 into 30 into 2 എത്രയായിരിക്കും? ഇവിടെ നോക്കിക്കേ, ഈ നമ്പേഴ്സ് എല്ലാം ഇവിടെ ഉണ്ട്. ഇവിടെ 30 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 12 ഉണ്ട്. ഇപ്പോൾ ഈ നമ്പേഴ്സിനെ എല്ലാം മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അതിൻ്റെ കിട്ടിയ പ്രോഡക്റ്റ് 720 ആണ്. ആ നമ്പേഴ്സ് തന്നെയാണ് ഇവിടെ, ഓർഡർ വ്യത്യാസത്തിൽ കിടക്കുന്നതെന്ന് ഉള്ളത്. അപ്പോൾ ആൻസർ എത്ര തന്നെ ആയിരിക്കും? 720 തന്നെ ആയിരിക്കും. മനസ്സിലായല്ലോ? ഇനി നിങ്ങളുടെ യൂണിറ്റ് ടെസ്റ്റ് പേപ്പറിനകത്ത് ആദ്യത്തെ ഒരു സെക്ഷൻ പേജ് 170, അതിൽ ആദ്യത്തെ സെക്ഷൻ മൊത്തം മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചൊല്ലി ആൻസർ കണ്ടുപിടിക്കാനാണ്. ഡാഷ് ഇൻറ്റു 10 ഈക്വൽസ് 50. 10നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 50 കിട്ടുന്നത്? 10 5s are 50. പേജ് 170ക്കകത്താണ് കേട്ടോ. പേജ് 170ലെ ക്വസ്റ്റ്യൻസ് ആണ്. 5 into 10 ആണ് 50. ഇനി 7 into dash ഈക്വൽസ് 56. അപ്പം എന്താ ചെയ്യേണ്ടത്? 7 ടേബിളിൽ ചെല്ലണം 56 കിട്ടുന്നത് വരെ. 7 into 8 56. 3 into dash ഈക്വൽസ് 27. 3യുടെ ടേബിളിൽ ചെല്ലണം 27 കിട്ടുന്നത്. 3 9s are 27. Dash into 8 is equal to 64. 8ന്റെ ടേബിൾ 64 വരെ വെച്ചിരുന്നു. 8 8s are 64. 9 into 8 equals dash. 9 into 8 എത്രയാണ്? 72. 6 into 7 equals 42. ഓക്കെ, അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചൊല്ലി നമുക്ക് ഏത് നമ്പറാണോ നമുക്ക് കിട്ടാനുള്ളത് ആ നമ്പർ ഫില്ല് ചെയ്യാം. Then അതിൻ്റെ താഴെ the product of any number and dash is 0. ഏത് നമ്പറും ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ആൻസർ 0 ആയിട്ട് കിട്ടുന്നത്? 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ആൻസർ എന്താണ്? the product of any number and 0 is 0. Then 8932 into 1. 8932 ഏത് നമ്പറിനെയും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ നമ്പർ തന്നെയായിരിക്കും നമ്മുടെ ആൻസർ. ദെൻ 90 into 100. എത്ര പറഞ്ഞേ? 100 കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ 0 ഒഴിവാക്കി 90 into 1 എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ്? 90 തന്നെ. അതിൻ്റെ കൂടെ ഈ 2 0 കൂടെ റൈറ്റ് സൈഡിൽ ചേർക്കും. ദെൻ 18 into 400. അപ്പോൾ എന്തുണ്ട്? 18 into 4 കാണുക. 18 into 4. 8 4s are 32.
റിമൈൻഡർ 3. 1 into 4, 4 plus 3, 7. 72 കിട്ടി അല്ലേ. 18 into 4, 72. അതിൻ്റെ കൂടെ 2 സീറോയുടെ ചേർത്ത് 7200. അപ്പോൾ നമ്മൾ യൂണിറ്റ് ടെസ്റ്റ് പേപ്പറിൽ നമുക്ക് ഈ 2 സെക്ഷനാണ് നമ്മുടെ 4th ചാപ്റ്ററിനെ കുറിച്ച് ഉള്ളത്. അതിനുശേഷം പിന്നെ 7th സെക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ കിടപ്പുണ്ട്. പിന്നെ 2 വേർഡ് പ്രോബ്ലംസ് ആണ് കിടക്കുന്നത്. അപ്പം നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള ആ എക്സർസൈസിൽ നിന്നും ഒരു മൾട്ടിപ്ലിക്കേഷനൊക്കെ ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്ക് ആ വേർഡ് പ്രോബ്ലം കൂടെ നോക്കാം. Look here, 27 into 5. 27നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും? 5ൻ്റെ ടേബിൾ ചൊല്ലണം അല്ലേ. 7 into 5 എത്രയാണെന്ന് നോക്കണം. 7 5s are 35. 35ൻ്റെ ഈ 5നെ നമ്മളിവിടെ എഴുതി 3യെ റിമൈൻഡർ ആയിട്ട് കൊടുത്തു. അതിനുശേഷം 5 into 2 മൾട്ടിപ്ലൈ ചെയ്യണം. 5 2s are 10. 10 plus 3, 10 കൊടുത്ത് 3യും കൂടെ ചേർക്കണം. 135. Then ഇവിടെ 2 ഡിജിറ്റ് നമ്പർ ആയിരുന്നു. നമുക്കൊരു 4 ഡിജിറ്റ് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 4312 into 2 വേണം. ഈ 4 ഡിജിറ്റ്സിനെ ഈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 into 2 4, 2 into 1 2, 2 into 3 6, 2 into 4 8. 8624. Then next 2063 into 4. 4 3s are 12. 12ൻ്റെ 2നെ ഇവിടെ എഴുതി. 1 റിമൈൻഡർ ആയിട്ട് കൊടുത്തു. 4 6 are 24. 24ൻ്റെ കൂടെ ഈ 1ഉം കൂടെ നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ എത്ര വന്നു? 25 വന്നു. 25ൻ്റെ 5നെ ഇവിടെ എഴുതി. 2 റിമൈൻഡർ വന്നു. 4 into 0 എത്രയാണ്? 0 അല്ലേ. 4നെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 0 കിട്ടി. ആ 0 കൊടുത്ത് 2 ആഡ് ചെയ്തപ്പോൾ നമുക്ക് 2 കിട്ടി. 4 2s are 8. എത്ര കിട്ടി ആൻസർ? 8252. Then next 34 into 15. അപ്പോൾ എന്താണ് ഇവിടെ? ഈ 2 നമ്പറിനെയും ഈ 2 നമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 5 into 4 എത്രയാണ്? 5 4s are 20. 20യുടെ 0യെ നമ്മൾ ഇവിടെ എഴുതി. ഈ 2വിനെ റിമൈൻഡർ ആയിട്ട് കൊടുത്തു. 5 3s are 15. 15ൻ്റെ കൂടെ 2 കൂടെ ആഡ് ചെയ്തു. 17 കിട്ടി. ദെൻ ഈ 1 കൊണ്ട് അതുപോലെ തന്നെ ഇത് 2നെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ മുതൽ നമ്മൾ ആൻസർ എഴുതാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ അറിയാതെ എഴുതാതിരിക്കാൻ വേണ്ടി ആദ്യമേ തന്നെ ഇവിടെ ഒരു 0 കൊടുക്കാം. 0ക്ക് വാല്യൂ ഒന്നുമില്ല. നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 കൊണ്ട് ആഡ് ചെയ്താൽ വ്യത്യാസമൊന്നും വരുന്നില്ല. അപ്പോൾ ഈ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 10ൻ്റെ പ്ലേസിൽ 10ൻ്റെ പ്ലേസിലാണ് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ തൊട്ട് നമ്മൾ ഇങ്ങോട്ട് എഴുതാവുള്ളൂ. 1 into 4 എത്രയാണ്? 4. 1 into 3 3. ഇനി ഈ 2 നമ്പേഴ്സിനെ കൂടെ ആഡ് ചെയ്യാം. 0 7 plus 4 11 1 റിമൈൻഡർ 1. 1 plus 1 2. 2 plus 3 5. ആൻസർ എത്ര കിട്ടിയേ? 510.